നമസ്കാരം. 38 ദിവസത്തെ സഹന പർവം താണ്ടി ആശാ വർക്കർമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ 3 പ്രവർത്തകർ. പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭ വിട്ടിറങ്ങി ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപ്പന്തലിലേക്ക് പ്രകടനം നടത്തി. ആശമാരുടെ പ്രശ്നം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഡൽഹിക്ക് പോയ മന്ത്രി വീണ ജോർജിന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ല. സന്ദർശനാനുമതിക്കായി വീണ്ടും ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്രവും കേരളവും ഇങ്ങനെ ആശമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി അവർ തെരുവിലാണ്. പെരുമഴയും തീച്ചൂടും വകവയ്ക്കാതെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിലാണ്. ആശയും ആലംബവും മറ്റവരായി ഇനിയും അവരെ വെയിലത്ത് നിർത്താമോ? ജനകീയമെന്ന് അവകാശപ്പെടുന്ന സർക്കാരുകൾക്ക് ഇത് ഭൂഷണമാണോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ വി ശിവദാസൻ MP, CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, പി കൃഷ്ണദാസ് BJP, ശ്രീ VK സദാനന്ദൻ സമരസമിതിയുടെ പ്രസിഡന്റ് എന്നിവർ. ആദ്യം ശ്രീ സദാനന്ദൻ, കഴിഞ്ഞ 38 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരത്തിലായിരുന്നു. ഇന്ന് ആ സമരം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു. സംസ്ഥാന സർക്കാർ ഉറപ്പിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, കേന്ദ്രമാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടതെന്നാണ്. ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാനായി കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് പോവുകയും ചെയ്തിരുന്നു. അല്പസമയം മുൻപ് മന്ത്രിസഭാ യോഗത്തിന്റെ വിവരങ്ങൾ വരുമ്പോൾ LDF യോഗത്തിന്റെ വിവരങ്ങൾ വരുമ്പോൾ LDF യോഗത്തിലും മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് കേന്ദ്രം കൂട്ടട്ടെ, കേന്ദ്രം കൂട്ടുന്നതിന് ആനുപാതികമായി സംസ്ഥാനം കൂട്ടാം എന്നുള്ളതാണ്. പന്ത് ആരുടെ കോർട്ടിലാണ്? എങ്ങനെ ഈ സമരം തീരും? ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ പ്രധാനമായിട്ടും ഓണറേറിയം 7,000 രൂപയിൽ നിന്നും 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നും, ഒപ്പം പിരിഞ്ഞു പോകുന്ന വിരമിക്കുന്ന ആശാവർക്കർമാർക്ക് 5 ലക്ഷം രൂപ ഒരു വിരമിക്കൽ ആനുകൂല്യമായിട്ട് നൽകണമെന്നും ഒരു പെൻഷൻ സ്കീം ആശാവർക്കർമാർക്ക് ഏർപ്പെടുത്തണമെന്നും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുള്ളതാണ്. അത് വളരെ മുമ്പ് തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ സമരം നടത്തിയതാണ്. ബജറ്റിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇത് ആവശ്യപ്പെട്ടതാണ്. ബജറ്റിന് ഇത്തരം കാര്യങ്ങളൊന്നും പരിഹരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി 10 മുതൽ സമരം ആരംഭിച്ചതിന് ശേഷമാണ് ഓണറേറിയം 7,000 രൂപയുടെ ഓണറേറിയം ഫിക്സഡ് ആക്കിയത്, അതിന്റെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയത്, 2 കുടിശ്ശികയായി കിടന്നിരുന്ന ഓണറേറിയം വിതരണം ചെയ്തത്. 2 കാര്യങ്ങൾ ഈ സമരത്തെ തുടർന്ന് ഇങ്ങോട്ട് നടന്നു. അത് സമരം നിർത്താൻ മതിയായ കാരണമല്ലേ? ആ ഡിമാൻഡുകൾ അംഗീകരിച്ചതും അത് വന്നതും വളരെ നല്ലത് തന്നെയാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും കുടിശ്ശിക കിട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. കുടിശ്ശിക എപ്പോഴായാലും തരേണ്ടതാണ്. പലപ്പോഴും കുടിശ്ശിക കിട്ടുന്നത് 3-4 മാസം സമരം ചെയ്തൊക്കെയാണ് വാങ്ങാറ്. കുടിശ്ശിക ലഭിക്കേണ്ടതാണ്. അതൊരു ഔദാര്യത്തിൻ്റെ വിഷയമല്ലത്. യഥാർത്ഥത്തിൽ അതൊരു ഡിമാൻഡ് അംഗീകരിക്കുന്നതിൻ്റെ വിഷയമല്ലത്. പക്ഷേ അതേസമയം ഈ നിബന്ധനകൾ പിൻവലിച്ചത് 10 നിബന്ധനകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 10 എണ്ണത്തിൽ 5 എണ്ണം പിൻവലിക്കാമെന്ന് ഞങ്ങളോട് ആദ്യം പറഞ്ഞു മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ. പക്ഷേ അത് പോരെ, 10 എണ്ണം പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സമയത്ത് അത് പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ 12-ാം തീയതി അതിൻ്റെ ഓർഡർ വന്നു. ആ ഓർഡർ വന്നെങ്കിലും അതിൽ 10 എണ്ണം പിൻവലിച്ചതായിട്ട് ഉപാധിരഹിത ഓണറേറിയം എന്ന് ഒരു വശത്ത് ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ താഴേക്ക് വന്നപ്പോൾ ഫിക്സഡ് ഇൻസെൻറ്റീവ് 1,000 രൂപ ലഭിക്കുന്നവർക്ക് 3,500 രൂപ ഓണറേറിയം ലഭിക്കുകയുള്ളൂ എന്ന് അതിൽ പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവിനെയും ഓണറേറിയത്തിനെയും കൂട്ടിഘടിപ്പിച്ച് പുതിയൊരു നിബന്ധനയാണ് വെച്ചിരിക്കുന്നത്. അത് ഒരു വഞ്ചനാത്മക സമീപനമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ശരി. ശ്രീ വി ശിവദാസൻ MP, ഇന്ന് കേരള ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോയി. ഇന്നലെയും ഇനിയാന്നും 2 കത്തുകൾ അപ്പോയിന്റ്മെന്റ് തേടി കൊടുത്തിരുന്നു. പക്ഷെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. അപ്പോയിന്റ്മെന്റ് കിട്ടാതെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഇവിടുന്ന് കേരള ആരോഗ്യമന്ത്രി പോയത്. അപ്പോൾ അവിടെ ചെന്ന് ചർച്ച നടത്തി തീരുമാനിക്കുന്നു എന്നൊക്കെയാണ് പുറത്തേക്ക് പറഞ്ഞതും. അവിടെ ചെന്ന് ഇപ്പോൾ കേരളത്തിന് മാത്രമായി എന്ത് കാര്യം തീരുമാനിക്കാനാണ് എന്ന് മാത്രമല്ല, പാർലമെന്റിൽ തന്നെ JP നദ്ദ വ്യക്തമാക്കിയ ഒരു കാര്യം, ഓണറേറിയം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പോയി ഒരു ചർച്ച നടത്തി എന്തെങ്കിലും സവിശേഷമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ആശാ സമരക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? അയ്യോ അഭിലാഷേ, അങ്ങനെയൊന്നും ചോദിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധ്യമായ എല്ലാ വഴികളിലും എല്ലാ പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെയും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ആകെ കടമയാണ്. പാർലമെൻറ്റിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചിരുന്നു.
എൻ്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സിൻ്റെ വിഷയത്തിനകത്ത് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആശാ വർക്കേഴ്സിൻ്റെയും അംഗനവാടി വർക്കേഴ്സിൻ്റെയും അതുപോലെ രാജ്യത്തെ വിവിധ മേഖല NHMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. അതിനൊപ്പം മന്ത്രി അവർ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിച്ചതും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം എന്ന നിലയിൽ കാണുക. ഇപ്പം ഞങ്ങൾ പ്രസംഗിച്ചതുകൊണ്ട് BJP സർക്കാരാകെ മാറുമെന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ, അല്ലെങ്കിൽ മന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു എന്നുള്ളതുകൊണ്ട് ഇവരാകെ കാര്യങ്ങളാകെ തിരുത്തി നല്ല മനുഷ്യരായി നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ കൂട്ടുന്ന പക്ഷേ കേന്ദ്രം തീരുമാനിക്കട്ടെ. ആ കാര്യം പാർലമെന്റിൽ ഉന്നയിക്കുന്നതും ചർച്ച നടത്തുന്നതും ഒക്കെ ശരി തന്നെ, സ്വാഗതാർഹം. പക്ഷെ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ? ഇപ്പൊ കേരള സർക്കാരാണ് 7000 രൂപ ഓണറേറിയം കൊടുക്കുന്നത്, ഞങ്ങളാണ് 7000 ഓണറേറിയം വർദ്ധിപ്പിച്ചതെന്ന് നിങ്ങൾ മേനി പറയുകയും ചെയ്യുന്നു. ആ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ഞാൻ ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഇവിടെ ഒരു കാര്യവും ചെയ്യാതെയാണ് ഈ അവിടെ പോയുള്ള ചർച്ചയും അവിടെയുള്ള ഡിമാൻഡും ഒക്കെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അഭിലാഷ് എന്നോട് ചോദിക്കുന്ന ഈ ചോദ്യം നെഞ്ചിൽ തട്ടി ചോദിക്കുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിൽ ജീവിക്കുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്കും ഇന്നത്തെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ആശാ വർക്കർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിൻ്റെ പേരിൽ വിമർശിക്കാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ പേരേതെന്ന് ചോദിച്ചാൽ അത് കേരളമെന്നാണ്. ഹെൽത്ത് സെക്ടറിൽ കേരളത്തിന് നൽകേണ്ടുന്ന വിഹിതം നിരന്തരം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന അധികാരികളാണ് രാജ്യത്ത് ഇപ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. ഞാൻ വെട്ടിക്കുറച്ചതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല. 637 കോടി രൂപ നമുക്ക് തരേണ്ടുന്ന പണം നൽകാതിരുന്നു സർക്കാർ. എന്നിട്ടോ തരാതിരുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നൽകേണ്ടുന്ന പല നിലയിൽ പല മേഖലകളിൽ, ഹെൽത്തിൻ്റെ മാത്രമല്ല പല മേഖലകളിൽ നമുക്ക് നൽകേണ്ടുന്ന പണം നിരന്തരം തരാതിരിക്കുന്നു. പറയുന്ന കാരണം ഇവർ നമ്മളോട് പറയുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടക ഇതേപോലൊരു സമരത്തെ നേരിട്ട് ആ കർണാടക അവരുടെ ഓണറേറിയം 10,000 സ്റ്റേറ്റ് കൊടുക്കുന്ന ഓണറേറിയം 10,000 വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അതിനടുത്ത സംസ്ഥാനമായ ആന്ധ്ര ഈ സമീപകാലത്താണ് 10,000 രൂപയായി വർദ്ധിപ്പിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശരി, 2023 NHM വിഹിതത്തിൽ 639 കോടി തരാറുണ്ട്. അതിനുശേഷമുള്ള സാമ്പത്തിക വർഷം കിട്ടിയല്ലോ. ഇവിടെ ഇപ്പോൾ NHM വിഹിതം കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ളതിനപ്പുറത്ത് ഇവിടുത്തെ ആശാ വർക്കർമാർ വളരെ സ്പെസിഫിക് ആയി പറയുന്നത് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളോ ഇതര സംസ്ഥാനങ്ങളോ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. അത് ഒരു തരത്തിലും സാധ്യമാക്കി കൊടുക്കാതെ കേരളമാണല്ലോ എല്ലാ കാര്യവും ഗംഭീരമായി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷേ? പറഞ്ഞോളൂ. ഇന്ത്യയിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ പേര് കേരളം എന്നാണ്. ആന്ധ്രാപ്രദേശിൽ അങ്ങ് പറഞ്ഞു 10,000 രൂപ എന്ന് പറയേണ്ടായി. ആ 10,000 രൂപയിൽ അധികരിച്ചൊരു രൂപ അവർ കൊടുക്കില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ 13,000 രൂപ ശരാശരി വാങ്ങുന്നവരാണ് കേരളത്തിലെ ആശാ വർക്കർമാരെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആ തുക കൂടുതലാണ്, അതിലപ്പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല ഒന്നാമത്തെ. 2, ആശാ വർക്കർമാർക്ക് വർക്കർ എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കേണ്ടത് ആരാണ്? അത് യൂണിയൻ ഗവൺമെൻറ്റാണ്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് നൽകേണ്ടുന്ന ആ സ്റ്റാറ്റസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. 1. 2, എന്താണ്, ആശാ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ്. അത് പറയണം, നട്ടെല്ലോടുകൂടി അത് പറയണം. RSSൻ്റെയും BJPയുടെയും വാലായി നിന്നിട്ട് സംസാരിക്കുകയല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? സമരത്തിൽ പങ്കെടുക്കുന്നവരായാലും സമരത്തിൽ പങ്കെടുക്കാത്തവരായാലും ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസും BJPയും ചേർന്ന് ആശാ വർക്കർമാരായിട്ടുള്ള ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വഞ്ചിക്കുകയാണ്. അവർ ചെയ്യേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റിനോട് പറയണം വകയിരുത്തൽ വർദ്ധിപ്പിക്കാൻ. എന്തേ ആശാ വർക്കർമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നില്ല? എന്തേ ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തുന്നില്ല? BJP നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എപ്പോഴാണ് ആശാ വർക്കർമാരുടെ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ, അംഗൻവാടി വർക്കർമാരുടെ അവരുടെ നൽകിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ ഒരു നയാ പൈസയുടെ വർധനവുണ്ടാക്കിയിട്ടുള്ളത് അറിയോ നിങ്ങൾക്ക്? ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് നിലവിൽ യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിച്ച് നൽകുന്ന ശമ്പളത്തെക്കുറിച്ച് 1,200 രൂപയാണ് അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള തുക. ചർച്ച ചെയ്യണ്ടേ നമ്മളതും? 1,200 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ചയിലിരിക്കുന്ന ആൾക്ക് അറിയുമെന്നറിയില്ല. എന്താണ് അത്? ഒരു മാസത്തേക്കുള്ളതല്ല,
ഒരു മാസത്തേക്കുള്ള എന്തല്ല ഒരു മാസത്തേക്കുള്ള ഓരോ ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 12,000-ലേക്കോ 36,000-ലേക്ക് പോകുന്നതല്ല. 2 ദിവസത്തിന് പോലും തികയാത്ത വേതനം ഒരു മാസത്തേക്ക് കൊടുക്കുകയാണ്. ഒരു മാസം 1,200 രൂപ കൊണ്ട് ഉച്ചഭക്ഷണ പാചക തൊഴിലാളിക്ക് ജീവിക്കാൻ പറ്റുമോ? അംഗനവാടി തൊഴിലാളിക്ക് കൊടുക്കുന്ന എത്രയാണ്? അംഗനവാടിയിലെ വർക്കർക്ക് കൊടുക്കുന്ന പൈസ എത്രയാണ്? തികയോ? 2,600 രൂപ കൊടുത്താൽ 1,750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അംഗനവാടിയിലെ ജീവനക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ? ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന വേതനം വിശദമായി ചർച്ച ചെയ്യാം. ഇതേ വിഭാഗങ്ങൾക്ക് ശരി, കേന്ദ്രം കൊടുക്കുന്നതിലെ അപര്യാപ്തത താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ശരി. അതേ അപര്യാപ്തത രാജ്യം മുഴുവൻ തുടരുമ്പോഴും ഇതേ വിഭാഗങ്ങൾക്ക് കൂടുതൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ വിരമിക്കൽ ആനുകൂല്യമുണ്ട് 2 ലക്ഷം രൂപ. ഇതൊക്കെ അതാത് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും കേരളം കൊടുക്കുന്നില്ല. ഇതൊക്കെ കൊടുക്കണമെന്ന് ഈ സമരക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ കേന്ദ്രത്തിന്റെ തലയിൽ വെക്കല്ലേ? അഭിലാഷ് ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. അഭിലാഷിന്റെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണത്. ഹരിയാന എടുക്കാം. അഭിലാഷ് ഹരിയാന എടുക്കൂ. എന്നിട്ട് അഭിലാഷ് ഒരു ചെറിയ വ്യക്തത കാണാം. അഭിലാഷ് എത്ര രൂപയാണ് അഭിലാഷ് ഹരിയാനയിൽ കൊടുക്കുന്ന അവരുടെ പിന്നെ ഓണററി എത്ര രൂപയാ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരം. എത്ര രൂപയാ അഭിലാഷേ? 6,000-ൽ പരം രൂപ. ഹരിയാനയുടെ ഉത്തരവ് എന്റെ കയ്യിലുണ്ട്. 6,000 ചില്ലറ രൂപയാണ്. 6,100 രൂപ കേരളം കൊടുക്കുന്ന അതേ പൈസ 6,100 രൂപയാണ്. 6,100 രൂപയാണ് സംസ്ഥാന ബജറ്റിൽ നിന്ന് ഹരിയാന കൊടുക്കുന്നത്. അതുകൂടാതെ 3,000 രൂപ കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവ് പ്ലസ് വേരിയബിൾ ഇൻസെന്റീവ്. അതായത് കേരളം കൊടുക്കുന്ന 13,000-ന് സമീപത്തുള്ള തുക ഹരിയാനക്കാർക്കും കിട്ടുന്നുണ്ട്. 6,100 രൂപയാണ് സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓണറേറിയമായിട്ട് ഹരിയാന കൊടുക്കുന്നത്. അഭിലാഷേ അതെങ്ങനെയാ അഭിലാഷേ? ഹരിയാനയിൽ 6,200 3,000 ചേർത്താൽ 10,000 ചുവടെയല്ലേ വരുന്നുള്ളൂ? അല്ല, അതിന് ഫിക്സഡ് ഓണറേറിയവും അതുപോലെ തന്നെ ഈ പറഞ്ഞ 6,100 രൂപ ഓണറേറിയവും കഴിഞ്ഞ് പിന്നീട് വേരിയബിൾ ഇൻസെന്റീവ് ഉണ്ടല്ലോ. ആ വേരിയബിൾ ഇൻസെന്റീവ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ 10,000-ന് മുകളിൽ പോകും. അതുപോലെ അല്ല അഭിലാഷ്, അല്ല, ഹരിയാനയിൽ കിട്ടുന്നതിനേക്കാൾ ഹരിയാനയിൽ ഒരാൾക്ക് 11,000 രൂപയിലധികം ഒരാൾക്കും കിട്ടുന്നില്ല അവിടെ. എന്നാൽ ഇനി രണ്ടും കൂടി കൂട്ടിച്ചേർക്കാം. കേരളത്തിൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ 2,000-ലധികം രൂപ ഒരു ആശാ വർക്കർക്ക് കിട്ടും. ഒരു മാസം 2,000-ലധികം. പിന്നെ കേരളത്തിലെ ആശാ വർക്കർമാരുടെ നമ്പറും ഹരിയാനയിലെ ആശാ വർക്കർമാരുടെ നമ്പറും കൂടി കൂട്ടുക. എന്നിട്ടോ അതിനോടൊപ്പം എന്ത് ചെയ്യുക? ഹരിയാനയിലെ ജനസംഖ്യയും കേരളത്തിലെ ജനസംഖ്യയും ഒന്ന് മനസ്സിലോർമ്മിക്കുക. എന്നിട്ട് ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഒരാശാ വർക്കർ 20 വർഷമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരാശാ വർക്കർക്ക് ഒരു വർഷം തന്നെ ഏകദേശം 20,000 രൂപയോളധികം കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് അത് ഈ ഒരു വർഷം കിട്ടുന്ന 20,000 10 വർഷത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് 2 ലക്ഷം ആയി കഴിഞ്ഞു. അല്ല, ഞാൻ ഹരിയാന ഉദാഹരിക്കാനുള്ള ആവുന്നതിന് മുമ്പ് തന്നെ ഹരിയാന ഇവിടെ ഉദാഹരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 60 വയസ്സ് തികയുന്ന ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് 2 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ അത് സംബന്ധിച്ച ഉത്തരവിന്റെ കയ്യിലുണ്ട്. 6,100 രൂപ അവർ ഓണറേറിയം കൊടുക്കുന്നു, പ്ലസ് 3,000 ഫിക്സഡ് ഇൻസെന്റീവ്, അതുകൂടാതെ വേരിയബിൾ ഇൻസെന്റീവ്, പ്ലസ് 2 ലക്ഷം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യം. ഈ പറഞ്ഞ 2 ലക്ഷം രൂപയുടെയോ 1,000 രൂപയുടെ പോലും വിരമിക്കൽ ആനുകൂല്യം നമ്മുടെ നാട്ടിലില്ല. അഭിലാഷ് കേൾക്കൂ. അഭിലാഷേ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഹരിയാനയേക്കാൾ 4 ലക്ഷം രൂപ കൂടുതലായി കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഇനി വിരമിക്കുന്ന സമയത്തും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ, സാധിക്കുമോ? ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ലല്ലോ. ചർച്ച ചെയ്യുന്നത് അവരെ കൂടുതൽ. അഭിലാഷേ, ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് വിരമിക്കുന്നതിന് ശേഷം കൊടുക്കുന്നതിനേക്കാൾ ആനുകൂല്യം അവർ സർവീസിലിരിക്കെ തന്നെ കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം, ഹരിയാനയേക്കാൾ എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തെ, കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാവരുത് നിങ്ങളുടെ സമരം. അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാവരുത് നിങ്ങളുടെ ഇടപെടൽ. എന്താണ് ഈ കാര്യങ്ങൾ തുറന്നു പറയണം. ഹരിയാനയേക്കാൾ എല്ലാ ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കുന്ന സംസ്ഥാനം, ഈ നാട്ടിലെ ആശാ വർക്കർ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ആരും ആവട്ടെ,
60 വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ശരി, ഓക്കെ, നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും മറ്റിടങ്ങളിലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും താരതമ്യം ചെയ്യണമെങ്കിൽ താരതമ്യം ചെയ്യാം, അത് വേറൊരു വിഷയം. ജിൻഡോ ജോണിനെ കുറിച്ചോ ചോദിച്ചോ? അടുത്ത റൗണ്ടിൽ നോക്കാം. അതിനു മുമ്പ് ശരി ആവട്ടെ, വരാം. ശ്രീ കൃഷ്ണദാസ്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി 2 തവണ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് തേടി. ഇന്നലെയും മിനിയാന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ചർച്ച ചെയ്യാനാണ് സ്വാഭാവികമായിട്ടും ഒരു സന്ദർശനാനുമതി തേടുന്നത്. സന്ദർശനാനുമതി പോലും കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എന്ത് ധാർഷ്ട്യമാണ്? അഭിലാഷ്, നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതിൽ ആശാവർക്കർമാരടക്കമുള്ള കേരളത്തിലെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന, അതിൽ കേരളത്തിനെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെ സംബന്ധിച്ചും നിരന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള മുഴുവൻ മന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നിരന്തരമായ പ്രചരണത്തിൻ്റെ പാതയിലാണല്ലോ. അങ്ങനെ പ്രചരണം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നിരന്തരമായി കേരളത്തിൽ പത്രസമ്മേളനം നടത്തിയും പൊതുയോഗങ്ങളിലും ചാനലുകളിലും ചർച്ചയുടെ ഭാഗമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതെല്ലാം കേന്ദ്രമാണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പൊതുധാരണയുണ്ടാകും. ആ പൊതുധാരണ വരുത്തി സൃഷ്ടിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും അതിൽ കാരണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ധനകാര്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പോകാനുണ്ടോ എന്നുള്ളത് അവരോട് ബുദ്ധി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഫിനാൻസ് മിനിസ്റ്ററെ കേരള മുഖ്യമന്ത്രി കണ്ടത് ആശാ വിഷയം ചർച്ച ചെയ്യാനല്ലല്ലോ, സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ വിഷയം ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ സ്പെസിഫിക് ആയ അനുമതി പത്രത്തിൽ, ആ അനുമതി ചോദിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ആശാ വർക്കർമാരുടെ വിഷയം അടക്കം, NHMന്റെ ഫണ്ടും ആശാ വർക്കർമാരുടെ വിഷയവും അടക്കം ചർച്ച ചെയ്യാൻ അങ്ങയുടെ സന്ദർശനാനുമതി വേണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് 2 തവണ കത്ത് കൊടുത്തിട്ടും എന്തിനാണ് ആരോഗ്യമന്ത്രിയെ കാണുക പോലുമില്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഒരുപാട് ചോദ്യങ്ങൾ വേറെയുണ്ട്. അല്ല, അങ്ങനെ അനുമതി തേടിയതിൻ്റെ അന്ന് തന്നെ ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അനുമതി കിട്ടിയിട്ട് പോയാൽ പോരെ? ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് അവർ നേരത്തെ കുവൈറ്റിലേക്ക് വേണ്ടി പോകാൻ എയർപോർട്ടിലൊരു ചരിത്രം നമുക്കറിയാമല്ലോ. അവരെന്തിനാ പുറപ്പെട്ട് വരുന്നത്? പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയണ്ടേ? ഇപ്പം നിങ്ങളിവിടെ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞാൻ ചർച്ചയ്ക്ക് വരുന്നത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നമ്മളൊരു ധാരണയിലെത്തിയതിന് ശേഷമാണല്ലോ. അങ്ങനെ ഒരു ധാരണയിലെത്താതെ എനിക്ക് വരാൻ കഴിയുമോ? അഭിലാഷ് എന്നെ വിളിക്കാൻ കഴിയുമോ? അതൊക്കെ ഒരു പൊതുധാരണയുടെ ഭാഗമല്ലേ? അപ്പം ഞാൻ പുറപ്പെട്ടു, അതുകൊണ്ട് ഇനി എന്നെ നിങ്ങൾ കാണണം. അല്ലെങ്കിൽ ഞാനൊരു കത്തയച്ചിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് വണ്ടി കയറുകയാണ്, എന്നെ നിങ്ങൾ കാണണം. അതൊക്കെ എനിക്കറിയില്ല. അതൊക്കെ അവർ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരുടെ നയത്തിൻ്റെയും രീതിയുടെയൊക്കെ ഭാഗമാണ്. അതിൽ കാണണമോ കാണണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാമല്ലോ. അതൊക്കെ സർക്കാരുകൾ തമ്മിൽ നടക്കുന്ന കത്തിടപാടുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെന്തെങ്കിലും ഒരു നിഷേധാത്മക നിലപാടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ. അവരെ കാണാൻ അനുമതി കൊടുക്കാത്തതാണ് നിലപാട് അവർക്കില്ലല്ലോ. കാണുക എന്നതിനേക്കാളും ഇപ്പോ നോക്കൂ, ഇവിടെ അടിസ്ഥാന ആവശ്യം എന്താണ്? ആശാ വർക്കർമാരുടെ അടിസ്ഥാന ആവശ്യം അവർക്ക് മിനിമം കൂലിക്ക് തുല്യമായി 21,000 രൂപ പ്രതിമാസം ലഭിക്കണം എന്നുള്ളതാണ്. ആ പ്രതിമാസം ലഭിക്കണമെങ്കിൽ 10,000 രൂപ സെൻട്രൽ ഇൻസെന്റീവും 7,000 രൂപ സംസ്ഥാന ഓണററിയും ഉണ്ടെങ്കിൽ 17,000 രൂപയാവും. ബാക്കി വേരിയബിൾ ഇൻസെന്റീവ് ഏതാണ്ട് 4,000-ന് അടുത്ത് വരും എന്നാണ് എങ്കിൽ 21,000 കിട്ടും. അപ്പോൾ കേന്ദ്രം 10,000 ആയിട്ട് ഫിക്സഡ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. അങ്ങനെ 10,000 കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ആ 10,000വും കേന്ദ്രം കൊടുക്കേണ്ടതല്ല, സംസ്ഥാനങ്ങളാണ് 40% വഹിക്കേണ്ടത്. കേന്ദ്രം 10,000 വർദ്ധിപ്പിക്കുന്നു, 10,000 ആക്കി വർദ്ധിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ 6,000 കേന്ദ്രം കൊടുക്കേണ്ടതുള്ളൂ, 4,000 സംസ്ഥാനമാണ് കൊടുക്കേണ്ടത് എന്നിരിക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു തീരുമാനമെടുത്താൽ പോരെ? ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പോരെ? ഇതൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ അവർക്ക് ഓരോ ദിവസവും അവരുടെ ഓഫീസിലിരുന്ന് തയ്യാറാക്കുന്ന ഓരോരോ വിഷയങ്ങൾക്കനുസരിച്ച് കിട്ടുന്ന ചില ചർച്ചകളുടെ പൊടിത്തൊങ്ങലുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് ഓരോ അല്ല, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന, സമരം നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാരോട് എന്തൊക്കെ രീതിയിലാണ് അവരെ അപഹസിക്കുന്നത്, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ചോരുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത് അവരുടെ വഴിക്ക് അവർ പോയിക്കോട്ടെ, സമരം അവിടെ നടക്കട്ടെ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സർക്കാർ പൊതുവായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻസെൻറ്റീവ് കൃത്യമായി ഒരു വർധനവുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ബാധ്യതപ്പെട്ടിട്ടുള്ള എമൗണ്ട് ഞങ്ങൾ കൊടുക്കുമെന്നുള്ളതാണ്. ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇൻസെൻറ്റീവ് എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? 18 ഹെഡുകളിലായി വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകളായി
ഓരോ സംസ്ഥാനം മാത്രമല്ല, ജില്ലക്കനുസരിച്ച്, താലൂക്കിനനുസരിച്ച് അതിന് എമൗണ്ട് വ്യത്യാസമുണ്ടാകും. കാരണം അത് ഓരോരോ വിഷയങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിൽ പ്രചരണത്തിന്റെ ഭാഗമാകുന്നവരോ വേരിയബിൾ ആയിട്ടുള്ള ഇൻസെന്റീവുകൾ ഉണ്ട്. അതല്ലാതെ ഒരു ഫിക്സഡ് ഇൻസെന്റീവ് ഉണ്ടല്ലോ, 2000 + 1000 3000. ഈ പറഞ്ഞ ഫിക്സഡ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാം കേന്ദ്രത്തിന്, ഒരു തടസ്സവുമില്ല. മറ്റു വേരിയബിൾ ഇൻസെന്റീവുകൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പല മാനദണ്ഡങ്ങൾ അനുസരിച്ച് പല പ്രോജക്റ്റുകളുടെ ഭാഗമായതിന്റെ പേരിലൊക്കെ വ്യത്യാസപ്പെടും. ഇവിടെ ഫിക്സഡ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ഈ പ്രശ്നം കഴിയും. ശ്രീ അഭിലാഷ്, നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം എത്ര ആശാ വർക്കർമാർക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻസെൻറ്റീവുകൾ നൽകുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ വിഹിതം നൽകേണ്ടതല്ലേ? ശ്രീ ശിവദാസൻ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹരിയാനയിലൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഞങ്ങൾ അതിൽ കൂടുതൽ എണ്ണം ആളുകൾക്ക് കൊടുക്കുന്നില്ലേ? നിങ്ങൾ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ 26,000 ചില്ലാനും പേർക്ക് കൊടുക്കുമ്പോൾ ഉത്തർപ്രദേശിൽ മാത്രം കൊടുക്കേണ്ടത് 1,78,000 ആളുകൾക്കാണ്. അതൊരു സംസ്ഥാനത്തിൻ്റെ ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ പ്രധാനപ്പെട്ട നിരവധി സംസ്ഥാനങ്ങളിൽ 1,00,000-ത്തിലധികം ആശാ വർക്കർമാർ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ പൊതുവായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്ന അടിസ്ഥാനപരമായിട്ട് അവർക്ക് കിട്ടേണ്ട സംഖ്യയെ സംബന്ധിച്ച് അത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി സമരം നടക്കുന്ന സമയത്ത് രാജ്യത്ത് മുഴുവൻ അത് വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ് ഇവിടെ കേരളത്തിൽ കൊടുക്കാം. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, കേരളത്തിൽ കൊടുക്കുന്ന പൈസ ഒരു 20,000 ആക്കി വർദ്ധിപ്പിക്ക്. എന്നിട്ട് രാജ്യത്ത് മുഴുവൻ ആളുകൾക്കും 10,000 രൂപ കൊടുക്കാമെന്ന് ആവശ്യപ്പെടുക. അവരാവശ്യപ്പെടുന്ന 21,000 ആണല്ലോ. നിങ്ങളൊരു 1000 രൂപ കുറച്ച് 20,000 കൊടുക്ക്. അവർക്ക് കൊടുക്കുന്ന 6,000-ഓ 6,500-ഓ നിങ്ങൾ വർദ്ധിപ്പിക്ക്. എന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെടും, ഞങ്ങൾ 6,500 കൊടുക്കും, ഞങ്ങൾ 7,000 കൊടുക്കും. സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോഴും താങ്കൾ ഉദാഹരണം പറഞ്ഞ 1,00,000-ത്തിലധികം വരുന്ന ആശാ വർക്കർമാരുള്ള ഉത്തർപ്രദേശിൽ നോക്കൂ, സ്റ്റേറ്റ് കൊടുക്കുന്നത് 1,500 രൂപ. നമ്മളിപ്പോൾ 20,000-ക്കുറിച്ചും 21,000-ക്കുറിച്ചും ഒക്കെ അല്ലേ പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച്, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചതനുസരിച്ച് ഉത്തർപ്രദേശ് ₹1,500 പെർ മന്ത് ആണ് സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന്, സ്റ്റേറ്റ് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ ആശാ വർക്കർമാരുടെയും സേവന വേതന വ്യവസ്ഥകൾ ഉയരേണ്ടതാണ് എന്ന നിലയിൽ ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റും. അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. അവിടെ ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷം നിയമസഭയെ ബഹിഷ്കരിച്ച് ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. ഇതിപ്പോൾ നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. 38 ദിവസമായി സമരം നടന്നു. 38 ദിവസം കഴിഞ്ഞ് 39 ദിവസം കഴിഞ്ഞ് ഇന്നിപ്പോൾ നിരാഹാര സമരം തുടങ്ങി 39ാമത്തെ ദിവസവും സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് LDF യോഗത്തിൽ ഈ വിഷയം ഉയർന്നു. ചില ഘടകകക്ഷികൾ ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് കേന്ദ്രം കൂട്ടണം, കേന്ദ്രം കൂട്ടുമ്പോൾ ആനുപാതികമായി സംസ്ഥാനം കൊടുക്കാനുള്ളതും ഉയരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുമ്പ് എന്ത് നിലപാടെടുത്തോ അതേ നിലപാടിൽ സംസ്ഥാനം ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അഭിലാഷേ, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ പാവപ്പെട്ട ആശാ വർക്കർമാർ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് 39 ദിവസമായിട്ട് പൊരുവയിലും പെരുമഴയും നനഞ്ഞ് സമരം ചെയ്യുന്നത് എന്തായാലും അന്യായമായിട്ടുള്ളൊരു ആവശ്യത്തിനാണെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ ശിവദാസൻ MP പോലും അഭിപ്രായമുണ്ടാവില്ല. തികച്ചും ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അവരെ എത്രത്തോളം CPM-ൻ്റെയും CIT-ൻ്റെയും നേതാക്കന്മാർ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ആക്ഷേപിച്ചാലും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ തികച്ചും ന്യായമാണ്, 100% ന്യായമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ലല്ലോ. പിന്നെ ആ വിഷയങ്ങളെ പരിഹരിക്കേണ്ടത് 2 സർക്കാരുകളാണ്. ഒന്ന് കേന്ദ്ര സർക്കാരും 2 സംസ്ഥാന സർക്കാരും. ഇവിടെ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതിൽ കേന്ദ്ര സർക്കാരിലുമാണ് ഉത്തരവാദിത്വം. ഇവിടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പുറത്ത് വന്ന് അവർ സമരം ചെയ്യുന്നത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് മറുപടി പറയാനുള്ള രാഷ്ട്രീയ ബാധ്യത കേരളം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചിട്ടും അവർ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ നിവേദനങ്ങളും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും അവിടെ പോയി ജന്തർ മന്ദറിലും മറ്റു സമരവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുമ്പോൾ കേരള സർക്കാർ ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുമ്പോൾ ആ വിഷയങ്ങൾക്ക് നേരിട്ട് മറുപടി പറയുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ മര്യാദ. ഇനി ഇവിടെ ശിവദാസൻ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ശരാശരി 13,000 രൂപ ഓണറേറിയം കിട്ടുന്നുണ്ടെന്നാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ ഒരു മാസം കൊടുക്കുന്ന ഓണറേറിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആശാ വർക്കർമാരാണ്. അങ്ങനെയാണെങ്കിൽ
13,000 രൂപ വെച്ചിട്ട് ഈ ആശാ വർക്കർമാർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല 8,000 രൂപ പോലും കിട്ടുന്നില്ല എന്നാണ് അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത്. ഈ ചർച്ച തീരുന്നതിന് മുമ്പ് അങ്ങയുടെ അറിവ് വെച്ചിട്ട്, അങ്ങയുടെ സ്വാധീനം വെച്ചിട്ട് കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാരുടെ എണ്ണവും കഴിഞ്ഞ മാസം കൊടുത്തിട്ടുള്ള ഓണറേറിയവും ഡിവൈഡ് ചെയ്തിട്ട് ശരാശരി 13,000 രൂപ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ നാളെ മുതൽ ഈ ചർച്ചയ്ക്ക് ഞാൻ വരില്ല എന്ന് ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയാം. അല്ലാതെ ഇത്തരം കള്ളങ്ങൾ പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ ആ പാവപ്പെട്ട സ്ത്രീകളെ മോശക്കാരാക്കാൻ നോക്കരുത്. ഇനി അടുത്തത്, ഞാനൊന്ന് കണക്ക് പരിശോധിച്ചപ്പോൾ അവർക്ക് 232 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്ന ഓണറേറിയം പ്രതിദിനം. അത് 700 രൂപയാക്കണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള തുക കണക്ക് കൂട്ടുമ്പോൾ 12 മാസത്തേക്ക് 10,26,000 വരുന്ന ആശാ വർക്കർമാർക്ക് കൂടി ഒരു വർഷം കേരള സർക്കാരിന് അധികമായിട്ട് വരാൻ പോകുന്ന ബാധ്യത, അവർ ഉന്നയിച്ച 21,000 രൂപ ഓണറേറിയം കൊടുക്കണമെങ്കിൽ 146 കോടി രൂപ മാത്രമാണ്. ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെയൊക്കെ എത്ര 85,000 കോടി നമ്മുടെ ബഡ്ജറ്റ് എത്രയാ? ആ ബഡ്ജറ്റിൽ ഒരു 146 കോടി രൂപ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഈ കോവിഡ് ബ്രിഗേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡാറ്റയുടെ മുഴുവൻ മേലെ കയറി മേനി നടിച്ച ഈ സർക്കാരിന് 146 കോടി രൂപ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അധികം കൊടുക്കാനില്ലെങ്കിൽ ഈ പണി നിർത്തി ഇറങ്ങിപ്പോകണം എന്നാണ് പറയാനുള്ളത്. ഇത് പറ്റാത്ത ആളുകളാണെങ്കിൽ ഇത്ര പരമപരാജയമായ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി. അഭിലാഷ് ചോദ്യ രൂപേണ BJPയുടെ പ്രതിനിധിയോട് പറഞ്ഞത് കേരളവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചതെന്ന. എന്റെ അറിവിൽ കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ പരാമർശിച്ചെന്ന് നിലവിൽ ഇതുവരെ നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു ഡാറ്റയും ഇല്ല. കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് 39 ദിവസക്കാലം സമരം ചെയ്ത് ഇന്ന് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്ന ആശാ വർക്കർമാർ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം KV തോമസിനെ പോലുള്ള ആളുകൾക്ക് അധിക വേതനം കൊടുത്ത്, അധിക യാത്രാപത്ത കൊടുത്ത് പുട്ടും കടലയും തിന്നാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഈ വിഷയം കൂടി ആ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ലെങ്കിൽ ഇത്രയും പരാജയപ്പെട്ട മനുഷ്യനെ വിജയൻ എന്നല്ല പരാജയൻ എന്ന് കൂടി വിളിക്കണം. ഞാൻ ഇനി ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അഭിലാഷേ, എനിക്ക് ശിവദാസൻ MPയോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കേരളത്തെ ഹരിയാനയും UPയും മറ്റു പല സംസ്ഥാനവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും കേരളത്തെക്കാൾ കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നുണ്ട്. അത് കള്ളം പറയാതെ സത്യസന്ധമായിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാവുന്ന. ഇനി അതിനപ്പുറത്ത് ചാണകവും ഗോമൂത്രവും കൂട്ടിക്കലക്കി കുടിച്ചാൽ കൊറോണ മാറുമെന്ന്, ക്യാൻസർ മാറുമെന്നൊക്കെ വിശ്വസിക്കുന്ന അത്തരം ആളുകൾ ഉള്ള, അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളെയും വെച്ചിട്ട് കേരളം പോലെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിൽ നിൽക്കുന്നു എന്ന്, ലോക രാജ്യങ്ങളോട് കിടപിടിക്കുന്നു എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ ഈ ആരോഗ്യ ബ്രിഗേഡുകളെ കമ്പയർ ചെയ്യാൻ പോലും പാടില്ല. ശിവദാസൻ MPയെ പോലുള്ള ആളുകളുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാചകം പോലും വരാൻ പാടില്ലായിരുന്നു. ശരി, ഓക്കെ. എന്തായാലും ഇപ്പോൾ ജിൻഡോ ചോദിച്ച ഓണറേറിയത്തിന്റെ കണക്ക് അത് വേണമെങ്കിൽ ഞാൻ പറയാം. 13,000 മുകളിൽ ഓണറേറിയം കിട്ടിയിട്ടുള്ള ഡിസംബറിലെ കണക്കാണ്, ഡിസംബർ ജനുവരിയിലെ കണക്കാണ്. ആ 13,000 മുകളിൽ ഓണറേറിയം കിട്ടിയിട്ടുള്ളത് 1097 പേർക്കാണ്. 10,000-നും 13,000-നും ഇടയിൽ ഓണറേറിയം കിട്ടിയിട്ടുള്ളത് 21,900 പേർക്കാണ്. 7,000-നും 10,000-നും ഇടയിൽ ഓണറേറിയം കിട്ടിയിട്ടുള്ളത് 1,824 പേർക്കാണ്. 7,000-ന് താഴെ ഓണറേറിയം കിട്ടിയിട്ടുള്ളത് 87 പേർക്കാണ്. ഓണറേറിയം പ്ലസ് ഇൻസെന്റീവ് ആണ്, ഓണറേറിയം മാത്രമല്ല, മൊത്തം ആണ് പറയുന്നത്. നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയമായി. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വീണ്. ഇവിടെ ശ്രീ VK സദാനന്ദൻ, ഓണറേറിയം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണം എന്നീ ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഈ സമരക്കാർ വയ്ക്കുന്നത്. ന്യായമായ ആവശ്യങ്ങളാണ്. പക്ഷേ കേന്ദ്രം ഫിക്സഡ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, മറ്റ് ഇൻസെന്റീവുകൾ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഉന്നയിക്കാത്തത്? ഇത് കേരളം മാത്രം പരിഹരിച്ചു തരേണ്ട വിഷയമാണോ? ഞങ്ങളുടെ യൂണിയൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു യൂണിയനാണ്. കേരളത്തിലെ യൂണിയനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അത് ദേശീയ തലത്തിലുള്ള സ്കീം ഫോർ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ദേശീയ തലത്തിലുള്ള ഒരു സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധി തവണ പാർലമെൻറ്റിന് മുമ്പാകെയും സമരങ്ങൾ നടത്തുകയും കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിരവധി തവണ ആവശ്യപ്പെടുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം സമരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യൂണിയനായിട്ടും പിന്നെ കൂട്ടായിട്ടും ഒറ്റയ്ക്കായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതാണ്. വളരെ ആദ്യം മുതലുള്ള ഇൻസെൻറ്റീവിൻ്റെ തുക തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് തുറന്നു പോവുകയാണ്, അത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഈ ഈ സമരം പ്രധാനമായിട്ടും ഓണറേറിയം അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നത്. ആ സമയത്ത് പോലും സെക്രട്ടേറിയറ്റ് മുമ്പിലെ സമര പന്തലിൽ സന്ദർശിച്ച കേന്ദ്ര നേതാക്കൾ, കേന്ദ്ര ഗവൺമെൻറ്റിലെ വക്താക്കൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയും
അതേപോലെ വി മുരളീധരനും ഒക്കെ വന്നപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന കാര്യം ഞങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുകയുണ്ടായി, നിവേദനം കൊടുക്കുകയുണ്ടായി. ആശാ വർക്കർമാർ ഒരുപോലെ അവരോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുകയും പ്ലസ് ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 21,000 എന്നുള്ള ഒരു തുകയിലേക്ക് എത്താൻ കഴിയും. ഓണറേറിയം മാത്രമായി ഇപ്പൊ 21,000 എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. നടക്കുന്ന കാര്യമാണത്. അത് ഞങ്ങൾ നടത്തിയിരിക്കുന്ന ആ നീക്കത്തിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിനകത്ത് ജെ.പി. നദ്ദയുടെ ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അതുകൂടിയായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. 21,000 രൂപയാക്കുക എന്നത് ഒട്ടും വലിയ ഒരു ഡിമാൻഡല്ല. കാരണം 700 രൂപ മിനിമം വേതനം അംഗീകരിച്ചൊരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് LDFിൻ്റെ പ്രകടന പത്രികയിൽ 700 രൂപയാക്കണം, മിനിമം വേതനം 700 രൂപയാക്കണം സ്കീം വർക്കേഴ്സിന് എന്ന് അവർ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. LDFിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അത് ഇവിടുത്തെ വിഷയമല്ല. LDF പ്രകടന പത്രികയിൽ അങ്ങനെ എഴുതിയാലും ഇല്ലെങ്കിലും അല്ല, എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ശരി, 700 രൂപ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രമാത്രം ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന സംസ്ഥാനത്ത് 233 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുക, ഒരു കുടുംബം പുലർത്തുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതിനോടാണ് ഈ കേരളം മുഴുവനും മാത്രമല്ല ഇന്ത്യ മുഴുവനുമുള്ള തൊഴിലാളികളും മറ്റ് ജനപ്രതിനിധികളും ബുദ്ധിജീവികളും കവികളും എന്ന് വേണ്ട എല്ലാവരും തന്നെ അതിനെ പിന്തുണയ്ക്കുന്നത്. ആ പിന്തുണ ഇന്ന് ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇത്രമാത്രം കടുത്ത തൊഴിൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഒരല്പം കൂടി ഒരു മെച്ചപ്പെട്ട ഒരു വേതനം അവർക്ക് കൊടുക്കണമെന്ന കാര്യത്തിലാണ്. അതുകൊണ്ട് ഇത് ഒട്ടും വലുതല്ല. 21,000 രൂപ എന്ന മിനിമമാണ്. ആ മിനിമം കിട്ടേണ്ടത് വളരെ വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് കേരളം. ശരി, ഇവിടെ ശ്രീ വി ശിവദാസൻ, ആശാ തൊഴിലാളികൾക്ക് വേണ്ടി CITU പല സംസ്ഥാനങ്ങളിലും സമരം ചെയ്തിട്ടുണ്ട്. താങ്കളുടെ സഹപ്രവർത്തക AR സിന്ധുവിന്റെ നേതൃത്വത്തിൽ സമീപകാലത്ത് പോലും സംസ്ഥാനങ്ങളിൽ CITUവിന്റെ സമരം ഉണ്ടായിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇതിനെ പിന്തുണച്ച് നടത്തിയ പ്രസ്താവന ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് താനും. അപ്പോൾ CITUവിന് വിവിധ സംസ്ഥാനങ്ങളിൽ ഓണറേറിയം ഉയർത്തണം എന്ന് പറഞ്ഞ് സമരം ചെയ്യാം, അതിൽ കുഴപ്പമില്ല. ഇവിടെ കേരളത്തിലെ ആശാ വർക്കേഴ്സ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്താൽ കേരള മാതൃകയെ, കേരളത്തിന്റെ സൽപ്പേരിനെ, കേരളത്തിന്റെ കീർത്തിയെ തകർക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ഇരട്ടത്താപ്പാണത്. ഇവിടെ നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രതിനിധി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. അദ്ദേഹം ഇന്നലെ ജെ.പി. നദ്ദ പാർലമെൻറ്റിൽ പണം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയല്ലേ അഭിലാഷ് പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവർ പ്രശ്നം തീർന്നല്ലോ. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് ജെ.പി. നദ്ദ പാർലമെൻറ്റിൽ സംസാരിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യ മേഖലയാകെ കൈകാര്യം ചെയ്യുന്ന വലിയ ഫണ്ടിൻ്റെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി ഉയർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവരുടെ പ്രശ്നം ഈ പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിഞ്ഞല്ലോ. 2, എന്തിനാണ് ഇങ്ങനെ BJP സർക്കാരിനെ ന്യായീകരിക്കുന്നത്? എന്താണ് BJPയുടെ ഒരു സോഫ്റ്റ് കോർണർ? BJPയുടെ നേതാവായിട്ടുള്ള ജെ.പി. നദ്ദ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞതായി ഞാൻ പാർലമെൻറ്റിലിരിക്കെ കേട്ടിട്ടില്ല. വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. വർദ്ധിപ്പിച്ചു എന്ന് കേട്ടിട്ടുള്ള ആ കേട്ടവർ ഇത്രയും വലിയൊരു പ്രഖ്യാപനത്തെ മുൻനിർത്തിക്കൊണ്ട് സമരം അവസാനിപ്പിച്ച് പോകാമല്ലോ. 2, എന്തിനാണ് LDFിൻ്റെ പ്രകടന പത്രികയിൽ പറയാത്ത കാര്യം ഇവിടെ പറഞ്ഞത്? 700 രൂപ LDF അധികാരത്തിൽ വന്നാൽ ആശാ വർക്കർമാർക്ക് നൽകും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വച്ചിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ തെറ്റായ കാര്യം, യാതൊരു വസ്തുതയും അടിസ്ഥാനപ്പെടുത്തി വസ്തുതകളും ഇല്ലാത്ത കാര്യം ഇതുപോലൊരു ചർച്ചയിൽ വന്നിട്ട് പറയുന്നത്? പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ചർച്ചക്കിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആശാ വർക്കർമാർ എന്ന നിലയിൽ അവർക്ക് ട്രേഡ് യൂണിയൻ റൈറ്റ് ഉണ്ട് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നേ വരെ യൂണിയൻ ഗവൺമെൻറ് ആശാ വർക്കർമാർക്ക് വർക്കർ എന്ന സ്റ്റാറ്റസ്, ഞാൻ വർക്കർ എന്ന് പറയുന്നത് തൊഴിലാളി യൂണിയൻ, ട്രേഡ് യൂണിയനകത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ട്രേഡ് യൂണിയൻ റൈറ്റുള്ള തൊഴിലാളികളായിട്ട് ആശാ വർക്കർമാരെ യൂണിയൻ സർക്കാർ കണ്ടിട്ടുണ്ടോ? അല്ല, യൂണിയൻ സർക്കാർ അങ്ങനെ കണ്ടിട്ടില്ല. ആശാ വർക്കർമാർ അങ്ങ് ആശാ വർക്കർമാരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്ന നിലപാടുള്ള ആളാണല്ലോ. അങ്ങയുടെ പാർട്ടിയും അങ്ങയുടെ പാർട്ടിയുടെ ട്രേഡ് യൂണിയനും ആ നിലപാടുള്ള ആളുകളാണല്ലോ.
അപ്പൊ ആ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം അവർക്ക് കൊടുക്കണ്ടേ? നിങ്ങളുടെ പ്രകടന പത്രികയിൽ മിനിമം കൂലി തൊഴിലാളികൾക്ക് 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവർ തൊഴിലാളികളാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ തൊഴിലാളികളുടെ ആനുകൂല്യം ഇവർക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അഭിലാഷേ, വീണ്ടും അഭിലാഷിൻ്റെ ചോദ്യം രസകരമാണ്. അവരെങ്ങനെ ആശാ വർക്കർ എന്ന് പറയുന്ന നമ്മുടെ ആശാ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സ്കീം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്? അത് യൂണിയൻ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീമാണ്. ആ സ്കീമിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള കരാർ പ്രകാരം അതിനകത്ത് 60% തുക നൽകേണ്ടുന്നതിനുള്ള ഉത്തരവാദിത്വം യൂണിയൻ ഗവൺമെൻറ്റിനും ബാക്കി വരുന്ന 40% തുക നൽകേണ്ടുന്ന ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. 60:40 എന്ന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീം. ആ സ്കീമിനകത്ത് അവർ തൊഴിലാളികളാണോ അല്ലയോ എന്ന നിർവചനം നൽകേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ്. തൊഴിലാളികളെന്ന നിർവചനം നൽകണം എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ അനുസരിച്ചല്ല തീരുമാനിക്കപ്പെടേണ്ടത്. അത് യൂണിയൻ ഗവൺമെൻറ്റിനാൽ തീരുമാനിക്കപ്പെടേണ്ടതാണ്. കാരണം യൂണിയൻ ഗവൺമെൻറ്റാണ് ഈ സ്കീം ആരംഭിച്ചിട്ടുള്ളത്. സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാകലാണ്. ഞാനത് വിശദീകരിക്കാം. അത് സാങ്കേതികത്വം പറഞ്ഞ ഒഴിവാണ്. താങ്കൾ പറഞ്ഞതൊക്കെ വസ്തുതയാണ്, അതിലൊന്നും എനിക്ക് തർക്കമില്ല. ഇവർ അക്രഡിറ്റഡ് സോഷ്യൽ വർക്കർമാരാണ്. ഇവരെ വുമൺ വോളണ്ടിയേഴ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഇതൊക്കെ ശരിയാണ്. അവരെ തൊഴിലാളികൾ എന്ന സ്റ്റാറ്റസ് കൊടുത്ത് തൊഴിലാളികളാക്കേണ്ടത് കേന്ദ്രവുമാണ്. അതും ശരിയാണ്. പക്ഷേ ഇവർ ഈ പറഞ്ഞ അക്രഡിറ്റഡ് സോഷ്യൽ വളണ്ടിയർമാരായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള സംസ്ഥാനം ഉണ്ടല്ലോ. ഈ പറഞ്ഞ ആശാ വർക്കേഴ്സിന്, ആശാ വോളണ്ടിയർമാർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സംസ്ഥാനങ്ങൾക്ക്. പക്ഷേ ആന്ധ്രാപ്രദേശ് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വോളണ്ടിയർമാർക്ക് പെൻഷൻ കൊടുക്കേണ്ട ബാധ്യത ഇല്ലല്ലോ ആർക്കും. ഈ പറയുന്ന വോളണ്ടിയർമാർക്ക് വിരമിക്കൽ ആനുകൂല്യം കൊടുക്കേണ്ട, ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കേണ്ട ബാധ്യത ഇല്ലല്ലോ സംസ്ഥാനങ്ങൾക്ക്. എന്നിട്ടും പശ്ചിമ ബംഗാളും ഹരിയാനയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ സോഷ്യൽ വർക്കർമാരായിരിക്കുമ്പോൾ തന്നെ ആന്ധ്രാപ്രദേശും ഹരിയാനയും പശ്ചിമ ബംഗാളും ഒക്കെ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരെ സോഷ്യൽ വർക്കർമാരായി നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിനും കൊടുക്കാം എന്നുള്ളതിന്റെ കൃത്യമായ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അഭിലാഷ് കേൾക്കൂ. ഇനി ഞാൻ അഭിലാഷ് സംശയം ചോദിക്കാം. അഭിലാഷ് ഹരിയാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ എടുക്കുകയാണ്. നമുക്ക് ഹരിയാനയും ബംഗാളും ഏതെങ്കിലും ഒരു സംസ്ഥാനം എടുക്കുക. ഹരിയാനയാണല്ലോ നമ്മൾ എടുത്തത്. ഞാൻ ഹരിയാനയിൽ തന്നെ ചോദിക്കുകയാണ്, ഹരിയാനയിൽ എത്ര രൂപയാണ് ആശാ വർക്കേഴ്സിന് പെൻഷൻ കൊടുക്കുന്നത്? അഭിലാഷ് പറഞ്ഞോളൂ. ഞാൻ വിരമിക്കൽ ആനുകൂല്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2 ലക്ഷം. രണ്ടാമത്തേത് പെൻഷനാണല്ലോ. അഭിലാഷ് പറഞ്ഞോളൂ എത്ര രൂപയാണ് പെൻഷനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതാ ചോദിക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അഭിലാഷ് പറഞ്ഞ പെൻഷൻ കൊടുക്കണം എന്നുള്ളതിനോട് എനിക്ക് വിയോജിപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ എന്റെ ചോദ്യം പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്രയാണ് കൊടുക്കുന്നത്. ബംഗാളിൽ എത്രയാണ് കൊടുക്കുന്നത്, ഹരിയാനയിൽ എത്രയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി പെൻഷനൊക്കെ ഇനി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ അഭിലാഷ് വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് വിശദീകരിച്ചത്? എങ്ങനെയാണ് സർവീസിലിരിക്കെ തന്നെ കേരളത്തിൽ ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ വരുമാനം കേരളത്തിലെ ആശാ വർക്കർക്ക് കിട്ടുന്നതെന്ന് ഞാൻ വിശദീകരിച്ചു. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായി യൂണിയൻ ഗവൺമെന്റ് അംഗീകരിക്കുകയും അവർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന നിലപാടാണ് ഞാൻ വെക്കുന്നത്. പക്ഷേ അതിന്റെ ഭാരം ഇപ്പോ അങ്ങയുടെ ഒരു പോയിന്റ്, ഞാൻ അങ്ങയുടെ അതേ വാദം ഖണ്ഡിക്കാതെ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞു അല്ലല്ല ഒറ്റ സെക്കൻഡ്. ഓണറേറിയം സംസ്ഥാനം കൊടുക്കുന്ന ഓണറേറിയം അല്ല, സംസ്ഥാനം കൊടുക്കുന്ന ഓണറേറിയം കേരളമാണ് ഹരിയാനയേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് എന്നുള്ളതാണല്ലോ താങ്കളുടെ വാദം. ഹരിയാന കൊടുക്കുന്നത് 6100 കേരളം കൊടുക്കുന്നത് 7000 ആകെ 900 രൂപയുടെ വ്യത്യാസമാണ് ഹരിയാനയും കേരളവും തമ്മിൽ ഈ ഓണറേറിയം കൊടുക്കുന്ന കാര്യത്തിലുള്ളത്, സംസ്ഥാനം കൊടുക്കുന്ന കാര്യത്തിലുള്ളത്. കേരളം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പുരോഗതിയിൽ 1ാം സ്ഥാനത്തുള്ള, എത്രയോ കാലമായി ഉള്ള, ഇടതുപക്ഷ ബദലുള്ള കേരള മോഡലിൽ നിന്ന് നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഉയർന്ന സാമൂഹ്യ നിലവാരവും ജീവിത ചെലവുമുള്ള സംസ്ഥാനമാണ്. നോക്കൂ, വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ഗൾഫിൽ ഇവിടുന്ന് മലയാളികൾ പോയി പണിയെടുക്കുന്ന പോലെ പണിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഉയർന്ന കൂലി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സംസ്ഥാനമായ നമ്മൾ ഹരിയാനയേക്കാൾ 900 രൂപ ഓണറേറിയമായി നമ്മൾ കൂടുതൽ കൊടുക്കുന്നില്ലേ? പിന്നെ അവർ 2 ലക്ഷം കൊടുക്കുന്ന വിരമിക്കൽ ആനുകൂല്യം ഒരു വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നത് താർക്കിക യുക്തിയാണ്. അന്ന് തന്നെ അതൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇനി ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, ഞാൻ പറയാം അഭിലാഷ്. ജസ്റ്റ് ഒന്ന് ഞാൻ എനിക്ക് മുമ്പ് 2 കോൺഗ്രസിന്റെയും പ്രതിനിധി പറഞ്ഞ കാര്യത്തോട് ഒന്ന് മറുപടി പറയാൻ കൂടി ചെയ്യണല്ലോ. അതില് കോൺഗ്രസിന്റെ പ്രതിനിധി പറയണ്ടായി, ഈ LDF സർക്കാർ പിണറായി വിജയൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നൊക്കെ പറയണ്ടായി. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നല്ലോ, എന്താ കൊടുത്തിരുന്നത്? എന്തായിരുന്നു ഉത്സവ പത്ത? ആരാ തുടങ്ങിയത്? ഉത്സവത്തിന് ഒരു ചെറിയ സഹായം കൊടുത്ത ആരാ?
ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ കൊടുത്തത്? ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ ആ പെൻഷനൊന്നും ഉയർത്താൻ തീരുമാനിച്ചത്? എല്ലാ വിഭാഗത്തിൻ്റെയും 1980 നായനാർ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ ഒരു ചെറിയ പൈസയായിരുന്നു. കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് പ്രത്യുൽപാദനപരമല്ലെന്നും തൊഴിലാളിയെ വഴിതെറ്റിക്കും, അവർ കിട്ടാതെ വെറുതെ കിട്ടുന്ന പൈസയായതുകൊണ്ട് ബീഡിയും മുറുക്കാനും വാങ്ങുന്നത് വർദ്ധിപ്പിക്കും, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. നായനാരുടെ സർക്കാരിനെ അവഹേളിച്ച പാർട്ടിയാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ കേരളത്തിലെ സർക്കാരിന് അർഹതപ്പെട്ട വിഹിതം യൂണിയൻ ഗവൺമെൻറ് നൽകാതിരിക്കുന്നു. ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പണം പല നിലയിലും സഹായിച്ചിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പേരാണ് അഭിലാഷ് ഉത്തർപ്രദേശ്. BJPയുടെ പ്രതിനിധി അറിയാം. ആ ഉത്തർപ്രദേശ് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നികുതി പിരിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടു കൊടുക്കുകയാണ്. എവിടെ? ഉത്തർപ്രദേശിൽ കൊണ്ടു കൊടുക്കുകയാണ്. കേരളത്തിൽ നിന്ന് വലിയ നികുതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചിട്ട് കൊടുക്കുകയാണ്. എങ്ങോട്ട്? ഗുജറാത്തിലേക്ക്. അതുപോലെ സ്പെഷ്യൽ സ്കീമുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ടും ആ UPയിലെ സാധാരണക്കാർക്ക്, ഈ ആശാവർക്കർമാരും അംഗൻവാടി പോത്തവരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്രയാ UP കൊടുക്കുന്നത്? കേൾക്കൂ. ഇനി അടുത്തത്, കോൺഗ്രസ് ഏറെ കാലം ഇന്ത്യ ഭരിച്ച സംസ്ഥാനമാണല്ലോ. എവിടെ? ജവഹർലാലിന്റെ നെഹ്റുവിന്റെ മണ്ഡലം, സോണിയാഗാന്ധിയുടെ മണ്ഡലം, രാജീവ് ഗാന്ധിയുടെ മണ്ഡലം ഒക്കെ ഉണ്ടായിരുന്ന അമേത്തിയെ കുറിച്ചാണ് അദ്ദേഹം, ആ അമേത്തിയുള്ള UPയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കേൾക്കൂ. ഗോമൂത്രം കുടിച്ചിട്ടും മറ്റുമൊക്കെ പാലും ഗോമൂത്രവും കഴിച്ചിട്ട് രോഗം മാറ്റുന്ന ആളുകളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞു. ആ സംസ്ഥാനം എവിടെയാണെന്നറിയോ? ജവഹർലാലിനെ ജയിപ്പിച്ചിട്ടുള്ള, രാജീവ് ഗാന്ധിയെ ജയിപ്പിച്ചിട്ടുള്ള, സോണിയാഗാന്ധിയുടെ ജയിച്ചിട്ടുള്ള ആ സംസ്ഥാനമാണ്. കോൺഗ്രസ് ഏറെക്കാലം ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. എന്നാൽ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്? ഈ കേരളത്തിന് അടിത്തറയിട്ടിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ മുഴുവൻ സൃഷ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നയങ്ങളാണ് 957 മുതൽ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി കേരളത്തിന്റെ ചരിത്രം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള, അംഗൻവാടി വർക്കർമാരുള്ള എല്ലാവരുടെയും കൂടെ ഞങ്ങളുണ്ട്. പക്ഷേ വഴിതെറ്റിക്കുന്ന സമരം, തെറ്റായ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരത്തിന്റെ കൂടെ കേരളത്തിലെ ആശാവർക്കർമാരുണ്ടാവില്ല, സാധാരണക്കാരുണ്ടാവില്ല. കോൺഗ്രസും BJPയും ചേർന്ന് കൊടകൈമാറ്റം കൊണ്ട് സമരത്തെ കേരളം പുച്ഛിച്ചു തള്ളുമെന്നുള്ളതേ പറയാനുള്ളൂ. ശരി, ഓക്കെ. ഇനി നോക്കൂ പി കൃഷ്ണദാസ്, ഞാൻ നേരത്തെ അങ്ങയോട് കേന്ദ്രം എന്തുകൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഓക്കെ, ഇനി രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത്, NHMന്റെ ഭാഗമായിട്ട് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരുന്നത് 1 രൂപ കേരളത്തിന് തരാനില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, 2023 സാമ്പത്തിക വർഷത്തിൽ 630 കോടിക്ക് മുകളിൽ കേരളത്തിന് ഇപ്പോഴും കിട്ടാനായി ബാക്കിയുണ്ട്. അന്ന് ബ്രാൻഡിങ് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന പണമുണ്ട്. അപ്പോൾ കേരളം കൊടുക്കണം, പക്ഷെ കേന്ദ്രം ന്യായമായി അല്ലാതെ നിലയ്ക്കും തരാനുള്ളത് തന്നെ തരില്ല എന്ന സമീപനം എടുത്താൽ എങ്ങനെയാണ്? കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളും എടുത്തോളൂ. സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഭാരം വഹിക്കുക? അല്ലെങ്കിൽ തന്നെ ഇൻസെന്റീവിന്റെ 40% സംസ്ഥാനങ്ങളാണ് കൊടുക്കേണ്ടത്. ഈ അഭിലാഷ് ചോദിച്ച കണക്കുകൾ 2023 കണക്കുകൾ, അത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പറയുന്നത് കേട്ടിട്ടാണ് അങ്ങ് ചോദിക്കുന്നതെങ്കിൽ ഇല്ല. രാജ്യത്തെ സൗരഭ് ജെയിൻ, ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ കത്തെന്തായാലുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഒന്നും എനിക്ക് കാര്യം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ശരിയല്ലേന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പറയുന്നത് ശരിയല്ലേ? എങ്ങനെ കൊടുക്കും? നമ്മുടെ രാജ്യത്ത് 24 കൊടുത്തില്ല എന്ന കേസുണ്ടോ? 22 കൊടുത്തില്ല എന്ന കേസുണ്ടോ? 21 കൊടുത്തില്ല എന്ന കേസുണ്ടോ? ഇല്ലല്ലോ. 23 കൊടുത്തില്ല. അതിന് കാരണം ഉണ്ടാവുമല്ലോ. കേരള ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള ആ പണം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു കാരണവും കൂടി ഉണ്ടാവുമല്ലോ. അതുകൂടി വായിച്ചോ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ബ്രാൻഡിംഗ് കേരളം നടപ്പാക്കാത്തത് കൊണ്ട് ആ പണം നൽകിയിട്ടില്ല. നടക്കില്ല. അത് പറയാതെ ഇത് കേട്ട് അല്ല അഭിലാഷ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ധരിക്കും കേന്ദ്ര ഗവൺമെന്റ് അനധികൃതമായി എന്തോ പിടിച്ചു വെച്ചിരിക്കാൻ. ഒന്നും പിടിച്ചു വെച്ചിട്ടില്ലെന്ന്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കണമെന്ന് പറയുന്ന ഒരു പദ്ധതി അത് കേരളത്തിന് മാത്രമായി, ഞങ്ങൾ വേറെ രാജ്യമൊന്നുമല്ലല്ലോ. കേരളം വേറെ രാജ്യമാണോ? മറ്റു സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാം, കേരളത്തിന് നടപ്പാക്കാൻ പറ്റില്ല. അതെങ്ങനെ നടപ്പാവും? വിവിധ പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളുടെയും ബ്രാൻഡിംഗിന്റെ കാര്യത്തിൽ പക്ഷേ ഈ പറഞ്ഞ മാനദണ്ഡം പാലിക്കുന്നുണ്ടല്ലോ ഇപ്പോ. അല്ല, അങ്ങ് പറയുന്നത് നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല അങ്ങ് പറയൂ. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട ശിവദാസൻ MP അടക്കമുള്ള ആളുകൾ MP മാർ എന്നുള്ള നിലക്ക് അതിന്റെ ബെനിഫിറ്റ് കൈപ്പറ്റുന്ന ആളുകളാണല്ലോ.
ഞങ്ങൾ പാർലമെന്റിൽ പോകില്ല, അത് കേരളത്തിലല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യവും തരണം, ഞങ്ങൾ ഇനി ഡൽഹിക്ക് പോകുന്നില്ല, കേരളത്തിലാണ് ഈ പാർലമെന്റ് വേണ്ടത്, നടക്കുന്ന കാര്യമാണോ? ഈ തരം വർത്തമാനമാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. സാധാരണക്കാരെ കേട്ടാൽ ശരിയല്ലേ, എന്തുകൊണ്ട് പാർലമെന്റ് കേരളത്തിൽ കൊണ്ടുവന്നൂടാ, ഞങ്ങൾക്ക് ഇവിടെ എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ? ഇത് കേൾക്കാൻ നമുക്ക് രസമുണ്ട്, നടക്കുന്ന കാര്യമല്ലതാണ് ഈ പറയുന്നത്. ഞാൻ തിരിച്ചൊരു കാര്യം പറയാം അഭിലാഷ്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും പറഞ്ഞപ്പോൾ ഒരു വലിയ ഈ ചാണകം തളിക്കുന്നതിനെ കുറിച്ചും ഗോമൂത്രം രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് വസ്തുതകളല്ലേ വേണ്ടത്. ഈ വിഷയത്തിൽ തന്നെ എനിക്ക് അങ്ങോട്ട് ചോദ്യങ്ങളുണ്ട്, ക്ലാരിഫിക്കേഷൻ തന്നാൽ മതി. എന്റെ ഈ വിഷയം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ഇപ്പൊ ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുമായി ബന്ധപ്പെട്ട ബ്രാൻഡിംഗ് നിബന്ധന കേരളം പാലിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫണ്ട് തടഞ്ഞു വെച്ചു. ഓക്കെ, അതിനുശേഷമുള്ള സാമ്പത്തിക വർഷം ഫണ്ട് തന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതിനർത്ഥം എന്താണ്? ഈ ബ്രാൻഡിംഗ് നിബന്ധന ഈ പറഞ്ഞ ഘട്ടത്തിന് ശേഷം പാലിച്ചു എന്ന്. അങ്ങനെ പാലിച്ച ഘട്ടത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് എഴുതിയ കത്തുണ്ട്. ദ സ്റ്റേറ്റ് മേ എക്സ്പെക്ട് ദ യൂട്ടിലൈസേഷൻ അണ്ടർ NHM ഇൻ ഫിനാൻഷ്യൽ ഇയർ 2024-25. അപ്പൊ ഈ സാമ്പത്തിക വർഷം ഈ കാര്യം ക്ലെയിം ചെയ്യാം എന്ന് കേന്ദ്രം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് ക്ലെയിം ചെയ്യുന്നു. അത് ക്ലെയിം ചെയ്യാൻ കൂടിയാണ് ആരോഗ്യമന്ത്രി അങ്ങോട്ട് പോയത്. രേഖകൾ വഴിയുള്ള കത്തിടപാട് വഴിയുള്ള ക്ലെയിം വേറെയുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പൈസ തരാത്തത്? അതാണ് പ്രശ്നം. എനിക്ക് ഈ സർക്കാരുകൾ തമ്മിൽ നടക്കുന്ന കത്തിടപാടുകളിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്ന് അന്വേഷിക്കൽ ഇപ്പോൾ തൽക്കാലം എൻ്റെ പണിയല്ല. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിനും മറ്റു രണ്ട് പ്രതിനിധികൾ പറഞ്ഞ കാര്യത്തിനും ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഗോമൂത്രത്തെ സംബന്ധിച്ചും ചാണകത്തെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കൊറോണ വൈറസ് പടർന്ന് പന്തലിച്ചല്ലോ 2020 കാലഘട്ടം 21 കാലഘട്ടത്തിൽ. രാജ്യത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ടായിരുന്നു, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ടായിരുന്നു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. BJP ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളുടെയും എണ്ണമെടുത്താൽ കേരളത്തിലുണ്ടായിട്ടുള്ള കോവിഡ് വ്യാപനത്തിൻ്റെയോ മരണത്തിൻ്റെയോ 10-1 പോകും ആവില്ല അഭിലാഷ്. സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചു. അതിലേക്ക് പോവാത്തത് കൊണ്ട് ഞാൻ ഇനി അത് പറഞ്ഞ് തർക്കിക്കുന്നില്ല. കാരണം എങ്ങനെയാണ് ഡാറ്റ മൂടി വെച്ചത്, ശാസ്ത്രീയമായ ചില പഠനങ്ങൾ WHO അഫിലേറ്റ് ചെയ്ത് തന്നെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയമാണ്. എന്റെ ചോദ്യം, കേരളത്തിന് 2023 കിട്ടാനുള്ള പണം കിട്ടിയില്ല, ബ്രാൻഡിങ് നടത്താത്തതുകൊണ്ട്. പക്ഷെ പിന്നീട് ബ്രാൻഡിങ് നടത്തി. അപ്പോൾ അവിടെ വരുന്ന ആ പറഞ്ഞ കോടി, അവിടെ 639 കോടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് അതിന്റെ NHM മാനദണ്ഡങ്ങൾ പാലിച്ച് നിങ്ങൾക്കത് എക്സ്പെഡിറ്റ് ചെയ്യാം അടുത്ത സാമ്പത്തിക വർഷമെന്ന് അന്ന് പറഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ തരാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനൊക്കെ ഒരു സിമ്പിൾ ആൻസറേ ഉള്ളൂ അഭിലാഷ്. 2023 ഒരു വർഷക്കാലം മാതൃഭൂമിയിൽ ജോലി ചെയ്തു. ആ സമയത്ത് അഭിലാഷ് മാതൃഭൂമി പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. 2024 ജോലി ചെയ്തപ്പോൾ സാലറി കിട്ടി. നിങ്ങൾ ആ മാനദണ്ഡങ്ങൾ പിന്നീട് പാലിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 23 സാലറി തരണമെന്ന് മാതൃഭൂമിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നല്ലത്. മാനദണ്ഡങ്ങൾ പാലിച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നടക്കട്ടെ എന്നൊരു പ്രോസസ് നടന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ അതിന്റെ തോക്കിൻ്റെ ഇടയ്ക്ക് ഒരു വെടിവെക്കല്ലേ? അത് എങ്ങനെ നടക്കുമെന്ന് നിങ്ങളൊരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ ഇന്നലെ കൊണ്ടുപോയി ഒരു കത്ത് കൊടുത്ത്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഒരു കത്ത് കൊടുത്ത്, 1 മാസം മുമ്പ് ഒരു കത്ത് കൊടുത്ത് ഞങ്ങൾ നടത്താതിരുന്ന ഒരു കാരണം ഇങ്ങോട്ടേക്ക് എത്താ. ഈ പറഞ്ഞ മാനദണ്ഡം പാലിച്ചു. അങ്ങ് തന്നെ പറഞ്ഞല്ലോ 24-25 ഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കിട്ടിയത് എന്തുകൊണ്ടാണ്? കിട്ടിയത് ഈ മാനദണ്ഡം പാലിച്ചതുകൊണ്ടാണല്ലോ. അപ്പൊ മാനദണ്ഡം പാലിച്ചു, കിട്ടി. അതിന് മുമ്പത്തെ വർഷം കിട്ടിയിട്ടില്ല. ആ കിട്ടാത്ത പണം, തടഞ്ഞു വെച്ചിരിക്കുന്ന പണം എന്തുകൊണ്ട് ഇപ്പൊ റിലീസ് ചെയ്യുന്നില്ല? അതൊക്കെ ഈ സർക്കാരിലെ നല്ല ധാർഷ്ട്യമുള്ള മന്ത്രിമാരും നല്ല ധിക്കാരമുള്ള മന്ത്രിമാരും ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, നിങ്ങളതെല്ലാം അനുസരിക്കേണ്ടവരാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞ്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ്, ഞങ്ങളുടെ സെക്രട്ടറിമാരും ഞങ്ങളുടെ കളക്ടർമാരും ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഞങ്ങൾക്ക് ഇതിനൊന്നും സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ കേരളത്തിന് അങ്ങനെ ചെയ്യാം എന്ന് ധരിച്ചിരിക്കുന്ന, അങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന മന്ത്രിമാരും കളക്ടർമാരും ആളുകളും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും അവരല്ലേ അത് കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത്. കോപ്പറേറ്റീവ് ഫെഡറലിസം ഉള്ള രാജ്യമല്ലേ? മന്ത്രിമാരുടെ ധാർഷ്ട്യം അളന്നും ഇതിപ്പോ തമ്പ്രാൻ ഉള്ളവർക്ക് ഇത് ഫെഡറൽ ഇങ്ങനെയാണോ ഫെഡറലിസം? അവരുടെ ഡ്യൂ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ധാർഷ്ട്യം വളരെ വിനീത വിധേയരായി നിന്നാൽ ഞങ്ങൾ വരുന്ന കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്താ കാര്യം?
അഭിലാഷ് തെറ്റിദ്ധരിപ്പിക്കരുത്. വിനീത വിധരായി നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ധാർഷ്ട്യമുണ്ട്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നുള്ള ധാർഷ്ട്യം കൊണ്ടാണ് കിട്ടാത്തത്. എങ്ങനെ കിട്ടുന്നത്? ഞങ്ങൾ ചെയ്യില്ല, ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല. ഇനി തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ആയുഷ്മാൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ? NEP പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള എത്ര പദ്ധതികൾ ഈ ജൻധൻ അക്കൗണ്ടുകൾ, ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട യൂണിയനുകൾ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ, ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജൻധൻ അക്കൗണ്ട് തുടങ്ങാൻ, നിങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് തുടങ്ങാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാ. എന്താ സംഭവിച്ചെന്നറിയോ? 12 രൂപക്കും 336 രൂപക്കും 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുമായിരുന്ന പദ്ധതി സാധാരണക്കാരന് കിട്ടാതെ വെച്ചുകൊണ്ടിരിക്കുക ബാങ്കിനകത്ത്. ആരാ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സർക്കാരല്ലേ. ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കിയോ കേരളത്തിൽ? NEP പദ്ധതി നടപ്പാക്കിയോ കേരളത്തിൽ? എന്താ നടപ്പാക്കാത്തത്? NEP പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ട് കേരളത്തിന് ലഭിക്കേണ്ട പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തടക്കം കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫണ്ടൊക്കെ തടഞ്ഞു വെച്ചത് ഒരു മഹത്തായ കാര്യമാണ് എന്ന് അങ്ങ് പറയല്ലേ. അത് വേറൊരു വിഷയമാണ്. ഇനിയിപ്പോ അത് കൂടെ ചർച്ച ചെയ്യാൻ സമയമില്ല. പക്ഷേ ജിൻഡോ, ഞാൻ വരാൻ ശിവദാസ്, ജിൻഡോ, ഇവിടെ ഇപ്പോ ആരെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതികത്വം പറഞ്ഞാലും ആനുകൂല്യങ്ങൾ മനുഷ്യർക്ക് ലഭിക്കണം എന്നുള്ളതാണല്ലോ പരമപ്രധാനം. ഇവിടെ ആശാ വർക്കർമാരെ സംബന്ധിച്ച് അവർ നമ്മുടെ ഏറ്റവും അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് കോവിഡ് കാലത്തും അല്ലാത്തപ്പോഴും പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാങ്കേതികത്വം പറഞ്ഞ് ബോൾ അടിച്ച് കളിച്ചാൽ എങ്ങനെയാണ് ഈ കാര്യം പരിഹരിക്കുക? അല്ല അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന LDFന്റെ പ്രതിനിധി പറഞ്ഞ എന്താ, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണമെന്നാ. ഞാൻ ചോദിക്കട്ടെ, ശിവദാസൻ അദ്ദേഹം MP ആണല്ലോ, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്ന സംസ്ഥാനം ഏതാ? അത് കേരളമല്ലേ? അതിന്റെ കാരണം എന്താ? നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത ചെലവെല്ലാം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ വിലക്കയറ്റ തോത് മറ്റ് പല കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ്. ഇവിടുത്തെ മറ്റ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂലിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യ വർധന, വേതന വർധന കേരളത്തിലെ ആശാവർക്കർമാർക്കും അർഹതപ്പെട്ടതല്ലേ? അതിന് താങ്കൾ പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, കേന്ദ്രം ഇവരെ തൊഴിലാളികൾ എന്ന് വിളിക്കട്ടെ, അന്ന് ഞങ്ങൾ കൂലി വർദ്ധിപ്പിക്കാമെന്ന്. കേന്ദ്രം കേരളത്തോട് ജനവിരുദ്ധമായിട്ടുള്ള, കേരള വിരുദ്ധമായിട്ടുള്ള സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും നയപരിപാടി സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും തർക്കമുണ്ടാകില്ലല്ലോ. അപ്പൊ കേന്ദ്രത്തിനെ തിരുത്തിച്ചിട്ടേ നിങ്ങൾ കേരളത്തിലെ ആളുകളെ, കേന്ദ്രത്തിനെ കൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാരെ തൊഴിലാളികളെന്ന് വിളിപ്പിച്ചിട്ടേ നിങ്ങൾ ഓണറേറിയം കൂട്ടി നൽകൂ എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ശിവദാസൻ, നിങ്ങളുടെ പ്രകടന പത്രിക 2021 പ്രകടന പത്രികയുടെ 20-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ സ്കീം വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ. അതിൽ എനിക്കൊരു സമയം തരാണ്, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. താങ്കൾക്ക് ചിലപ്പോൾ അത് മറന്നുപോയിട്ടുണ്ടാവും, താങ്കൾ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രകടന പത്രിക നാട്ടുകാർക്ക് കാണാനും കൂടി ഉള്ളതാണല്ലോ. നിങ്ങളിത് പറഞ്ഞിട്ടുള്ള LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടുള്ള വോട്ട് മേടിച്ചത്. സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തും. എത്ര? 2500 ഉയർത്തും. അംഗൻവാടി ആശാ വർക്കർമാർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിനും ആനുകൂല്യങ്ങൾ കാലോചിതമായിട്ട് ഉയർത്തും. എന്നിട്ട് മിനിമം കൂലി 700 രൂപയാക്കും. ഇതിനകത്ത് ആശാ വർക്കർമാരുണ്ട്. ശിവദാസൻ MP ഇത് വായിച്ചപ്പോൾ ആ ഭാഗം മാത്രം കാണാതെ പോയതായിരിക്കും. അപ്പം നിങ്ങൾ 2021 എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ടാണ് 700 രൂപ മിനിമം കൂലിയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത്? അതിന് മറുപടി പറയണം. നിങ്ങളുടെ എളമരം കരീം എന്ന് പറഞ്ഞ MLA 2014 കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഇവർക്ക് 10,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ദീർഘവർഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതുകൂടി മറുപടി പറയണം. അപ്പൊ ഇതൊന്നും പറയാതെ നിങ്ങൾ ഈ പൗരപ്രമുഖർക്ക് അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറിയോ അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കടലയും പുട്ടും കൊടുക്കുകയോ KV തോമസിന് അത് ആവോളം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രാതൽ നയന്ത്രണം നടത്തുമ്പോൾ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് ഈ പട്ടിണി കിടക്കുന്ന ആശാ വർക്കർമാരോട് കൂടി ഒന്ന് സംസാരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സമയം കാണണം. ഇവിടെ സർക്കാരിന്റെ നയം കൂടി ഒരു പ്രശ്നമാണ്. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരുടെ, നേതാക്കന്മാരുടെ നാക്കൊരു പ്രശ്നമാണ്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾ ഈ ഹരിയാനയും മറ്റേ മധ്യപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, തെലങ്കാന അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ CITU സമരം ചെയ്തു എന്ന് പറയുന്നു. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ ഡൽഹി പോയി മാത്രം സമരം ചെയ്താൽ പോലെ ഇത്തരം സംസ്ഥാനങ്ങളുടെ സംസ്ഥാന ആസ്ഥാനത്ത് എന്തിനാ CITUം CPM ഒക്കെ സമരം ചെയ്തത്? അപ്പൊ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തിനനുസരിച്ച് നിങ്ങളുടെ നിലപാടുകൾ മാറുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്നത് കേന്ദ്രം ആശാ വർക്കർമാരെ ചതിച്ചു എന്ന്. ശരിയാണ്, കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാതെ 10-18 കൊല്ലക്കാലമായിട്ട് ചതിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ സർക്കാർ വഞ്ചിക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കാതെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ട് ഇവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി താങ്കൾ പറയുന്നത് എന്താ?
ഒരു കാര്യം കൂടി, കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് ഉത്തർപ്രദേശിൽ കൊണ്ടുപോയി കൊടുക്കുന്നെന്ന് CPM പ്രതിനിധി ഒരു പഠനവും ഇല്ലാതെ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. നിങ്ങളുടെ ഒരു പണിയും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ കണ്ണൂര് ധർമ്മടത്ത് പോലും ആ പണം ചെലവഴിക്കുന്നില്ലേ? അപ്പോൾ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആകുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ വികസിച്ച് കൊടുക്കേണ്ടി വരും. അതിലെന്തെങ്കിലും സാമ്പത്തിക നയപരിപാടിയിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അല്ലാതെ ഇത്തരത്തിലുള്ള വിഘടനവാദപരമായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ അത് BJPക്ക് എണ്ണ പകരുന്നതാണെന്ന് കൂടി തിരിച്ചറിയണം. അടുത്ത് താങ്കൾ പറഞ്ഞത് ഈ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെ നാട്ടിലൊക്കെ ചാണകം പുഴുകിത്തിരുന്നൊക്കെയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, 33 കൊല്ലം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ അവിടുത്തെ പഴയ CPM-കാരൊക്കെ ഇതാ പണി. ഈ 25 കൊല്ലം നിങ്ങൾ ഭരിച്ച ത്രിപുരയിൽ ഇപ്പൊ ഇതൊക്കെയാ പണി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ V. ശിവദാസൻ MP, കേന്ദ്രം ഇവരെ തൊഴിലാളികളെന്ന് വിളിക്കാത്തതുകൊണ്ട് ഞങ്ങളും വിളിക്കൂല, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല, അതുകൊണ്ട് ആ ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് മുട്ടാപ്പോക്ക് ന്യായമാണ്. തൊഴിലാളികളൊന്നും വിളിക്കണ്ട, ഇവർക്ക് 700 രൂപ, അതായത് മിനിമം കൂലിക്ക് തുല്യമായ 700 രൂപ ആത്യന്തികമായി കിട്ടുന്ന വിധത്തിൽ സംസ്ഥാനത്തിന് ചെയ്യാനുള്ളത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അഭിലാഷേ, ഇനി ഞാൻ പറയാലോ അല്ലേ, കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ സമയമെടുത്ത് സംസാരിച്ചു, ഒരു വാക്ക് പോലും BJPക്കെതിരെ പറഞ്ഞില്ല. ഇനി BJPക്കെതിരെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നികുതി ഘടനയെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം എന്താ പറഞ്ഞത്? താങ്കൾ സംസാരിച്ച സമയം ഞാൻ സംസാരിച്ചില്ല. ഒന്ന്, BJPക്കെതിരെ ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ലെങ്കിൽ താങ്കളുടെ കേൾവിക്ക് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ പറയില്ലേ? നിങ്ങൾ ആശാവർക്കർമാരെ ആക്ഷേപിക്കുമ്പോൾ അവർ പാവങ്ങളായതുകൊണ്ട് കേട്ടിരിക്കും. നിങ്ങൾ ഇല്ലാത്ത വർത്തമാനം പറഞ്ഞ തെറ്റായ കാര്യം പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ഈ ചർച്ചയിൽ പറഞ്ഞ് താങ്കൾ കേൾവില്ലേ? ഞാൻ നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങൾ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ആള് പറയുമ്പോ ഞാൻ ഒരു സമയം ഇടപെട്ടില്ല. ഞാൻ അദ്ദേഹം ഈ സമയം അത്രയും പറഞ്ഞത് BJPയെ ന്യായീകരിച്ചുകൊണ്ടാണ്. BJPയുടെ നികുതി ഘടനയെ ന്യായീകരിച്ചു. BJP 10 വർഷകാലമായിട്ട് അങ്ങനെ പറയില്ല ശിവദാസ. താങ്കൾ ഏത് കാത് കൊണ്ടാ കേൾക്കുന്നത്? താങ്കൾക്ക് കാത് കേട്ടുകൂടെ? ഞാൻ BJP ന്യായീകരിക്കുന്ന എന്ത് വാദമാ പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ, ചുമ്മാ പറയല്ലേ. നിങ്ങളുടെ മുഖ്യമന്ത്രി എങ്ങനെ ധനകാര്യമന്ത്രിയെ കണ്ടെന്ന് ആദ്യം പറയും. ഞാൻ ഈ ചർച്ച BJP ന്യായീകരിച്ചു അത് പറഞ്ഞിട്ട് ശിവദാസൻ പോയാൽ മതി. അങ്ങനെ പറയില്ലേ, വിട്ടുകളയില്ലേ? അദ്ദേഹം പറയട്ടെ, ഞാൻ BJP എന്താ ന്യായീകരിച്ചെന്ന്. അതിനുശേഷം നമുക്ക് ആലോചിക്കാൻ എന്താ വേണ്ടത് പറയൂ. എന്റെ സമയമാണ്. ചർച്ചയ്ക്ക് ഇടയ്ക്ക് കയറി അലമ്പാക്കുന്ന സ്വഭാവമുള്ള ആളുകളെ മാറ്റി നിർത്തിയാലേ ഞാൻ ചർച്ചക്കുള്ളൂ. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കുക. അലമ്പാക്കുന്ന ആളുകളെ, കള്ളം പറയുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കള്ളം പറയുന്ന ആളുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്നെ മാറ്റി നിർത്താൻ പറയില്ലേ? താങ്കൾ കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെട്ടത്. ഞാൻ BJPയെ ന്യായീകരിക്കുന്ന ഒരു വാദം താങ്കൾക്ക് പറയാൻ പറ്റുമോ? എന്നെക്കാൾ പ്രായത്തിലും രാഷ്ട്രീയ പാരമ്പര്യത്തിലും താങ്കൾ സീനിയർ അല്ലേ? താങ്കൾ ഞാൻ BJP ന്യായീകരിക്കുന്ന ഒരു വാദം പറയാൻ പറ്റുമോ? അല്പം രാഷ്ട്രീയ മര്യാദ വേണ്ടേ? ഒരു വാദം പറയാൻ പറ്റുമോ? താങ്കളുടെ അഭിപ്രായം പറഞ്ഞല്ലോ ജിൻഡോ. ഇനി ശ്രീ ശിവദാസൻ കൺക്ലൂഡ് ചെയ്യൂ. ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് അധിക നികുതി പിരിച്ച് ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുവെന്ന ഞാൻ പറഞ്ഞ വാക്കിനെ അദ്ദേഹം എതിർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് വസ്തുതക്ക് നിരക്കാത്തതാണോ? BJP ചെയ്യുന്നത് ശരിയാണ് എന്നാണ്. ഞാൻ പറഞ്ഞതാണ് വസ്തുതക്ക് നിരക്കുന്നത്. എന്താണ്? BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി വിഹിതം കൃത്യമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നില്ല. കർണാടകത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണത്. സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം കൊടുക്കുന്നില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം റെയിൽവേയിൽ കൊടുക്കുന്നില്ല, ആരോഗ്യ മേഖലയിൽ കൊടുക്കുന്നില്ല. ഭാരം മുഴുവൻ സംസ്ഥാനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് കർണാടകത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് തള്ളിപ്പറയാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസിന്റെ അങ്ങനെ ശിവദാസൻ പറഞ്ഞ പോലെ പിന്നെ എന്ത് പുട്ടും കടല തിന്നാൻ വേണ്ടിയാണ് KV തോമസിനെ കൊണ്ടുവരുന്നത്? സമയമില്ല, അതുകൊണ്ട് സൂപ്പർ പ്രൈം അവസാനിച്ചു. നമുക്ക് അടുത്ത ദിവസം ഇതേ വിഷയത്തിൽ ഇരിക്കാം. മറ്റന്നാൾ എന്തായാലും സ്റ്റാലിന്റെ സമരം ഉണ്ടല്ലോ. ഇപ്പൊ അവസാനിച്ചു. നന്ദി.